പേരാണ് മന്തി. എല്ലാവരും സ്ലേറ്റും പെൻസിലും എടുത്ത് എഴുതിക്കോളി, ഞാൻ പറഞ്ഞുതരാം. വെളുത്തുള്ളി, ജിഞ്ചർ കഷ്ണങ്ങൾ, ഒരൊറ്റ മാഗി ക്യൂബ്, അത് 4 പീസാക്കിയതാണ് അതിൽ കണ്ടത്. അത് 3 കൂട്ടി അരച്ച പേസ്റ്റ് ചിക്കനിക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് റെഡ് ഫുഡ് കളർ കലക്കി പാര, പാകത്തിന് ഉപ്പിട്ടെടുത്ത് കുഴക്കുക. ഈ മാഗി ക്യൂബ് എന്ന് പറഞ്ഞ ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഉണ്ടാവും, അപ്പൊ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും പാർന്ന് കുഴച്ച് മൂടിയേക്കുക. പിന്നെ നമ്മുടെ അരി ബസ്മതി ഇന്ത്യ ഗേറ്റിന്റെ വൈറ്റ് റൈസ് ആണ് ഞാൻ എടുത്തത്. ആ ഒരു 1/4 മണിക്കൂർ വെള്ളത്തിട്ടേക്കുക. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഗ്യാസ് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അതിൽ ഓൾറെഡി സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചണല്ലോ, അപ്പൊ അങ്ങനെ വെന്തോളൂ. ഇനി വലിയൊരു കുടുക്കയിൽ വെള്ളം വെച്ച് അതിക്ക് പട്ടയില്ലാത്തതിന് പകരം പട്ടന്റെ ഇല എടുത്തിട്ട് കുറച്ച് ഗ്രാമ്പു, ഏലക്കായി, പാകം നോക്കി ഉപ്പ്, അരി ഒട്ടി പിടിച്ചാക്കാൻ വേണ്ടി ലേശം സൺഫ്ലവർ ഓയിലും കുറച്ച് കുരുമുളക് ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അരി ഇട്ടെടുക്കുക. അരി വെന്ത് ഊച്ചൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേവിച്ച ചിക്കന് മുകളിലേക്ക് റൈസ് അങ്ങോട്ട് ലോഡ് ചെയ്യുക. മേലെ 2-3 പച്ചമുളക് കുത്തി കൊടുക്കുക. അരിന്റെ മേലെ ഒരു പാത്രത്തിൽ കനലിട്ട് അതിന്റെ മേത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഉറ്റിച്ച് പുകട്ട് മൂടുക. ഇനി ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ അടുപ്പിൽ ചൂടുള്ള കനലിലെ പുറത്തങ്ങോട്ട് വെച്ചെടുക്കുക. ശേഷം തുറന്ന് മിക്സ് ചെയ്താൽ നല്ല സുഗന്ധമുള്ള സിമ്പിൾ മന്തി അങ്ങോട്ട് കിട്ടും. ഇതിന്റെ എളാമയാണ് എങ്ങനെ ഉണ്ടാക്കലെന്ന് പറഞ്ഞത് എന്റെ പൊന്നളിയാ. തിന്നാ ബോധി ഉണ്ടെങ്കിൽ ഇത് കണ്ട് ഉണ്ടാക്കിയോളി.